ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ആദ്യത്തെ മാരേജ് വർക്കൗട്ടായില്ല എന്നതുകൊണ്ട് രണ്ടാമത്തെ മാരേജിൽ വർക്കൗട്ടാവുന്ന പ്രതീക്ഷയിൽ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഗൈസ് ഇത്. ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഐ ആം 32 സിംഗിൾ അൺമാരീഡ്. അപ്പോൾ ഞാൻ പറയുന്നത് ചിലവർക്ക് എങ്കിലും യൂസ്ഫുൾ ആവും എന്നതുകൊണ്ട് പറയുകയാണ്. വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്നാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ഗുണം കിട്ടും, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും മുഞ്ചിപ്പോവും എന്ന് തോന്നുന്ന കേസ് എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ രാവിലെ മുതലേ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണത് ഐ ആം 37 അൺമാരീഡ്, ഐ ആം 37 ഡിവോഴ്സ്ഡ്, ഐ ആം 37 റീമാരീഡ്, ആം ഐ ഹാപ്പി ഓർ നോട്ട് എന്നൊക്കെ കൊണ്ട് കുറേ വീഡിയോസ് വരുന്നത്. ഇതെന്തപ്പോൾ സംഗതി എന്നാൽ ഞാൻ വിചാരിച്ചു ഐ ആം 32 സിംഗിൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്താലോ എന്ന്. പിന്നെ ഞാൻ ആലോചിച്ചു, ഞാൻ കൂടുതൽ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ കണ്ടത് സംഗതി ഇങ്ങനെയാണ്, റീമാരേജിനെ കുറിച്ച്. അപ്പോൾ എനിക്കതിൽ ചില കാര്യങ്ങളോട് സെറ്റായില്ല. പലരും ഇങ്ങനെ പറയണത് വേറെ ഒരു രീതിയിലാണ്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത് കേസ്. അപ്പോൾ നോക്കല്ലേ, നമ്മൾ ഇപ്പോൾ എനിക്ക് 32 വയസ്സാണ്, ഞാൻ മാരീഡ് അല്ല, കല്യാണം കഴിക്കാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല. ഞാനൊരു ഇൻട്രോവേർട്ടാണ്, ഹൈലി സെൻസിറ്റീവ് മനുഷ്യനാണ്. ഞാനൊരു സോൾമേറ്റിനെയാണ് കല്യാണം എന്നുള്ളതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഇമോഷൻസും ഫീലിങ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സംഗതി. പിന്നെ എൻ്റെ വീക്ക്നെസ്സുകളെ കോംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ മാത്രമേ എനിക്ക് സെറ്റ് ആവുള്ളൂ. ഒരാളെ എനിക്ക് സത്യം പറഞ്ഞ റിലേഷൻഷിപ്പൊക്കെ പേടിയാണ്. അപ്പോൾ എനിക്കങ്ങനെ അത്യാവശ്യം സേഫായിട്ട് വളരണം എന്നാഗ്രഹിക്കുന്ന ഒരാളുടെ കൂടെ നടക്കുള്ളൂ. അല്ലാണ്ട് ഇന്നത്തെ ഇതിൽ മാത്രം സ്റ്റക്കായിട്ട് എന്നാൽ ശരിയാവില്ല. ലൈഫിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെയാണ് സംഭവം. INFP എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കിയാൽ മനസ്സിലാവുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്, ഫസ്റ്റ് മാരേജ് വർക്കൗട്ട് ആയില്ല എന്നുള്ളതുകൊണ്ട് സെക്കൻഡ് മാരേജ് കിടക്കുന്ന ആളുകളുടെ എനിക്ക് പറയുന്നത് ഡോണ്ട് റഷ്, പ്ലീസ് ഡോണ്ട് റഷ്. ട്രോമ ബോണ്ടൊക്കെ ആയിരിക്കും ആയതിൽ കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഭയങ്കരമായിട്ട് ട്രോമ, ഭയങ്കരമായിട്ട് പേടി, ഭയങ്കരമായിട്ട് ആങ്സൈറ്റി ഇതൊക്കെ വരുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഒരു വാശിയൊക്കെ ഉണ്ടാകും ചിലവർക്ക്. ഫസ്റ്റ് റിലേഷൻ വർക്കൗട്ട് ആയില്ല, അപ്പോൾ രണ്ടാമത്തെ റിലേഷൻ പെട്ടെന്ന് ചാടിയിട്ട് പെട്ടെന്ന് കല്യാണം കഴിച്ചിട്ട് മറ്റവനെ ഞെട്ടിക്കണം, അല്ലെങ്കിൽ മറ്റവളെ ഞെട്ടിക്കണം എന്നുള്ള തോന്നൽ പല സ്ത്രീകൾക്കുണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് വേണ്ടത് പറയുള്ളൂ, ദയവ് പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. ഒരു റൈറ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുമെന്ന് തോന്നുമ്പോൾ മാത്രം കല്യാണം കഴിക്കുക. പലരും ചെയ്യുന്നൊരു അബദ്ധം എന്താ വെച്ചാൽ, ആളുടെ അപ്പിയറൻസ്, കാശ്, ഇത് മാത്രം നോക്കിയിട്ടാണ് കല്യാണം കഴിക്കുക. നിങ്ങൾക്ക് സെറ്റ് ആവുന്നുണ്ടോ എന്നൊരു ധാരണ വയ്ക്കുക. പറ്റുകയാണെങ്കിൽ ലിവിങ് ടുഗദർ കുറച്ച് ദിവസം നോക്കുക. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 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 കുറച്ച് മാസങ്ങളെങ്കിലും, കുറച്ച് സമയമെങ്കിലും ഒരുമിച്ച് സംസാരിക്കുക, ഭക്ഷണം കഴിക്കുക, പ്രിഫറൻസുകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക, ഇൻക്ലൂഡിങ് സെക്ഷൽ പ്രിഫറൻസ്. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, നമ്മൾ ചുമ്മാ സെക്സ് എന്ന് പറയുന്ന സാധനമല്ല, ലവ് മേക്കിംഗ് എന്നുള്ള ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഫുഡ് ഹാബിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ നിങ്ങൾ ഫിനാൻഷ്യലായിട്ടുള്ളൊരു പ്ലാനിങ് എന്താണ്, കരിയർ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, എൻ്റർപ്രണർഷിപ്പ് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ, എൻ്റർപ്രൈസ് തുടങ്ങാൻ പ്ലാനുണ്ടോ, എൻ്റർപ്രണർ ആവാൻ പ്ലാനുണ്ടോ, ആർട്ട്, ക്രാഫ്റ്റ്, എഴുത്ത്, വായന, വ്ളോഗിങ് അങ്ങനെ എന്തെങ്കിലും പ്രാന്തുകളുണ്ടോ, അതൊക്കെ ഡിസ്കസ് ചെയ്യുക. പ്രസൻറ്റ് ഇത് മാത്രമല്ല, ഫ്യൂച്ചറിനെ കുറിച്ച് അതേപോലെ തന്നെ ഇപ്പോൾ ഒരാൾ ലൈഫിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ആഗ്രഹിക്കുന്നുണ്ടാവും, മറ്റേ ആൾ ചിലപ്പോൾ സെക്ഷൽ കണക്ഷൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ പേരിനൊരു കല്യാണം കഴിക്കണം എന്നായിരിക്കും ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ അത് കോമ്പാറ്റബിൾ ആവുന്നുണ്ടോ എന്ന് ഏകദേശം ധാരണയിൽ ചെയ്യുക. പറ്റുകയാണെങ്കിൽ MBTI ഒക്കെ ചെക്ക് ചെയ്യാം. 16 തരത്തിലുള്ള ആളുകൾ ലോകത്തുണ്ട് എന്നാണ് MBTI പറയുന്നത് അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ INFP ആണ്. അപ്പോൾ ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണെങ്കിൽ അതുമായി അത്യാവശ്യം സെറ്റാവുന്ന ഒരാളെ നോക്കുന്നുണ്ട്. പിന്നെ എനിക്ക് എൻ്റേതായ ട്രോമകളുണ്ടാവും, ഫിയേഴ്സ് ഉണ്ടായിരിക്കും. തെറാപ്പിയൊക്കെ ചെയ്തിട്ടില്ലേ എന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ ഏകദേശം ധാരണയുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടോ എന്നൊക്കെ നോക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യം, കോമ്പാറ്റബിളായ ഒരാളെ നോക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇത് നമ്മൾ ഈ പുറമേ നിന്ന് കാണുന്നതല്ല ആളുകളുടെ ലോകം എന്ന് മനസ്സിലാക്കുക. ഒരുമിച്ച് ഒരാളുടെ കൂടെ ജീവിച്ചിട്ട് ഫസ്റ്റ് മാരേജിൽ നിന്ന് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറയില്ല, ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് പല ആളുകളുടെയും ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടായിരിക്കും നമ്മുടെ ഭാഗത്തെ ശരി, മറ്റേ ഭാഗത്താണ് തെറ്റ്, അല്ലെങ്കിൽ അയാൾക്ക് വൃത്തിയില്ല, ബാത്റൂം ഹാബിറ്റുകൾ അല്ലേ, അല്ലെങ്കിൽ അയാൾക്ക് പെരുമാറാൻ അറിയില്ല, അയാൾ ഈഗോ ഉള്ള ആളാണ്, ഭയങ്കര നാർസിസ്റ്റിക്കായ പേഴ്സണാലിറ്റി ആണെന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ഒരു കാര്യം കളിക്കുക, മറ്റേ ആളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകളായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് സംഭവം എന്താ വെച്ചാൽ, നമുക്ക് ഓരോരുത്തരും ഓരോ സ്റ്റേജിലായിരിക്കും നമ്മൾ ലൈഫിൽ അല്ലേ, അതിൻ്റെ ഒരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ അന്നുള്ള എക്സ്പോഷർ ലെവൽ എല്ലാം ഇപ്പം ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് വളരെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ റിലേഷൻഷിപ്പ് കിടക്കണം. അപ്പോൾ അതിൻ്റെ പ്രശ്നമായിരിക്കും. നമ്മൾ ഒട്ടും ഗ്രൗണ്ടഡ് അല്ലാത്തൊരവസ്ഥയിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ ഗ്രൗണ്ടഡ് അല്ലാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ധാരണയ്ക്ക് ഇതൊരു റിഫ്ലക്ഷനാണ്, ഇതൊരു ലെസണാണ് നമുക്ക്. അപ്പോൾ പുതിയ റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന സമയത്ത് ഇറ്റ് ടേക്സ് ടൈം, അല്ലെങ്കിൽ ടേക്ക് യുവർ ഓൺ ടൈം. അതായത് ആളെ നന്നായിട്ട് അത്യാവശ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ ഭയങ്കര
ഭയങ്കരമായിട്ട് പ്രതീക്ഷ വെച്ചിട്ടൊന്നും ഇറങ്ങണ്ട. അവനവൻ്റെ കാര്യം വൃത്തിയായിട്ട് നോക്കുക. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ ശ്രമിക്കുക. അതല്ല ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് ഒരു ഹൗസ് വൈഫായിട്ട് വീട്ടിലിരിക്കാനാണ് ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വേറെ ക്രിയേറ്റീവായിട്ട് എന്തൊരു സംഭവം ഒരു എൻ്റർപ്രൈസ് തുടങ്ങാനാണ് പ്ലാനെങ്കിൽ അതിന് കോംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന പാർട്ട്ണറെയാണോ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു കൃത്യമായി ഒരു ധാരണ ഉണ്ടാക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് സിനിമ ചെയ്യാനാണ് ആഗ്രഹം, നിങ്ങൾക്ക് ഒരു ഫിലിം മേക്കർ ആവാൻ ആഗ്രഹം വിചാരിക്കും. നമുക്ക് കൂടുതൽ സമയം ഫിലിം മേക്കിങ്ങിന് കൊടുക്കണം, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ട്രാവലിങ്ങിനും അല്ലെങ്കിൽ പുസ്തകം എഴുതാനും ഒക്കെ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ആഗ്രഹമുണ്ട് വിചാരിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കിട്ടുന്ന ഒരു പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നല്ല ഒരു ഒരു കോർപ്പറേറ്റ് ജോബുള്ള ഒരാളാണ് വിചാരിക്കുക. ചിലപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് സെറ്റ് ആവുണ്ടായിരിക്കും. കാരണം ഒരാളുടെ കയ്യിൽ എന്താ പറയുക അത്യാവശ്യം പൈസയുണ്ട്, എന്നാൽ ഒരു ക്രിയേറ്റീവായ ഒരു പാർട്ട്ണറെ വേണ്ടത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ വേണ്ടത്, ഒരു ലിസണറെയാണ് വേണ്ടി വിചാരിക്കും. മറ്റേ ആൾ ആർട്ടിസ്റ്റിക്കായി ചിന്തിക്കുന്ന ആൾ ഒരു ലിസണറാണ്, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ്, ഇമോഷണലായ ആളുകളാണ്, അത്യാവശ്യം ഇൻ്റലിജൻ്റ് ഒരാളാണെങ്കിൽ ആ പാർട്ട്ണർഷിപ്പ് ഒരു പക്ഷേ നല്ല രീതിയിൽ പോകും. ഒന്ന് എഴുതിയിട്ട് മറ്റേ ആൾ പണിക്ക് പോകാണ്ട് വീട്ടിലിരിക്കാമെന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് സെറ്റാവുന്ന ആളാണോ നോക്കുക. അപ്പോൾ ചിലവർക്ക് ഒരാൾക്ക് വേണ്ടത് അവരുടെ വൈഫ് എന്താ പറയുക, ചില സ്ത്രീകൾക്ക് ആവശ്യമുണ്ടായിരിക്കുക ഞാൻ വീട്ടിലിരുന്നോളാം, ഹൗസ് വൈഫായിട്ട് ജോലിക്ക് പോകാൻ ആഗ്രഹമില്ലെന്ന്. അപ്പോൾ അതിപ്പോൾ മോശം പറയാനും പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് സെറ്റാവുന്ന ഒരു പാർട്ട്ണറെയാണോ ഹസ്ബൻഡായിട്ട് കിട്ടുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കുക, നമ്മുടെ പ്രിഫറൻസുകൾ താല്പര്യങ്ങളൊക്കെ. പിന്നെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം നാർസിസ്റ്റുകളെ കുറിച്ച് കൃത്യമായി ഏകദേശം ധാരണ ഉണ്ടാക്കുക. ബിവെയർ ഓഫ് നാർസിസ്റ്റ്. അവർ നല്ല രീതിയിലൊക്കെ നമ്മുടെ അടുത്ത് പെരുമാറുന്നുണ്ട്, നമ്മുടെ ഇമോഷണൽ ടർമോയിലിനൊക്കെ അവർ മുതലെടുക്കേണ്ടായിരിക്കും രണ്ടാമത്തെ റിലേഷൻഷിപ്പിൽ. മനസ്സിലാക്കുക, ഒരുമിച്ച് ജീവിക്കുമ്പോൾ തനി കൊണ അറിയില്ല, ഔട്ട് കുത്തൊക്കെ കേൾക്കണ്ട് അനുഭവിക്കൊണ്ടൊക്കെ വരും ചിലപ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ട്രാപ്പിൽ വീഴാണ്ടിരിക്കുക. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ പലരുടെയും ഒരു ചിന്ത എങ്ങനെ ആയിരിക്കും, രണ്ടാമത് ഇനി കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അടിച്ചു പൊളിക്കും, ഫസ്റ്റ് ലൈഫിൽ വേണ്ട രീതിയിൽ ഒരു സന്തോഷം സമാധാനം കിട്ടിയില്ല, അപ്പോൾ സെക്കൻഡ് ലൈഫിൽ ഞാനിത് മൊത്തം അടിച്ചു പൊളിക്കും, ഇതിന് കോമ്പൻസേറ്റ് ചെയ്യുന്നൊക്കെ. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത്യാവശ്യം കയ്യിൽ കാശുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ യാത്ര ചെയ്യേ, സിനിമ കാണുക, പുസ്തകങ്ങൾ വായിക്കുക, എഴുതുക, പുസ്തകം പബ്ലിഷ് ചെയ്യേ, അല്ലെങ്കിൽ അതിലൊരു സോഷ്യൽ സർവീസിൻ്റെ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി തീരുക, ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഗ്രൗണ്ടഡ് ആവും. ഓക്കെ, അതുപോലെ ആരും പെർഫെക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കുക. നമുക്ക് നമ്മുടേതായ പോരായ്മകളുണ്ടായിരിക്കും, എല്ലാ മനുഷ്യർക്കും ഉണ്ടായിരിക്കും. അത് കോമ്പാറ്റിബിൾ ആവുക എന്നാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ബേസിക്കായി ചില കാര്യങ്ങൾ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നല്ല രീതിയിൽ നുണ പറയുന്ന ഒരാളായി വിചാരിക്കുക, പക്ഷേ അയാൾ നല്ല മാന്യനെ പോലെ പെരുമാറുന്നുണ്ട്, നല്ല ക്ലെൻലിനെസ് ഉണ്ട്, ഒക്കെ ഉണ്ട്, അടിപൊളിയാണ്, പക്ഷേ ആൾ നുണ പറയും വിചാരിക്കുക. അല്ലെങ്കിൽ ആൾക്ക് എന്താ പറയുക, ഒരാൾ എന്താ പറയുക കാണാൻ ഇതൊക്കെ അടിപൊളിയാണ്, ആൾ ഇമോഷണലി നല്ല അവൈലബിളാണ്. പല ആണെങ്കിലും ഇമോഷണലി അവൈലബിൾ ആവില്ല. ഇമോഷണലി അവൈലബിൾ ആവുന്ന ഒരു പാർട്ട്ണറെ നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ അങ്ങനെ ഒരാളെ തന്നെ കണ്ടുപിടിക്കുക കേട്ടോ. അങ്ങനെ ഒരാളെ മാത്രം കല്യാണം കഴിക്കുക. പക്ഷേ ചില ആളുകൾ എന്താ വെച്ചാൽ ഇമോഷണലി അവൈലബിൾ ആണെന്ന് കുറച്ച് ദിവസം ഇങ്ങനെ കാണിക്കും, പക്ഷേ ഇമോഷണലി അവൈലബിൾ ആവില്ല. ഞങ്ങൾക്ക് ഇങ്ങനത്തെ പറയുള്ള ഒരു എന്താ വെച്ചാൽ പറ്റുകയാണെങ്കിൽ MBTI ടെസ്റ്റ് എടുക്കുക രണ്ടുപേരും. ഒരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ കൗൺസിലിംഗ് ഉള്ള ഒരാളെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പോയി കാണുക, എന്നിട്ട് കപ്പിൾ തെറാപ്പി എടുക്കുക. കപ്പിൾ തെറാപ്പി എന്നല്ല, ഒരു കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റൊക്കെ എടുക്കുക, അവരോട് സംസാരിക്കുക. അങ്ങനെ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് നിന്നിട്ട് അതിനെ പറ്റുകയാണെങ്കിൽ സംസാരിക്കാൻ ശ്രമിക്കുക, പറ്റുകയാണെങ്കിൽ ഡേറ്റ് ചെയ്യുക, പറ്റുകയാണെങ്കിൽ ലിവ് ഇൻ ടുഗദർ നടക്കുക. ഇതിപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതൊന്നും ഒട്ടും മോശമല്ല. ഒരാളെ മനസ്സിലാക്കുക, ഒരാളുടെ കൂടെ ജീവിക്കുക കുറച്ച് ദിവസം, അല്ലെങ്കിൽ കുറച്ച് സംസാരിക്കുക, ഉള്ളു തുറന്ന് സംസാരിക്കുക. നമ്മുടെ പേടികളും നമ്മുടെ ആശങ്കകൾ, നമ്മുടെ ഡ്രീംസ്, നമ്മുടെ ഇപ്പോൾ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഫിനാൻഷ്യലായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത്, കടങ്ങളുണ്ടെങ്കിൽ അത്, ലോണുകളുണ്ടെങ്കിൽ അത്, എങ്ങനെയാണത് സെറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത്. അപ്പോൾ ഒരാളിൽ കൂടുതലുള്ളതും മറ്റൊരാളിൽ കുറവുള്ളതും ഇതൊക്കെ മനസ്സിലാക്കും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സെറ്റായിട്ട് ഒരു ടീമായിട്ട് പോകാൻ. എന്നെ സംബന്ധിച്ചോളം മാരേജ് എന്ന് പറയുന്നത് ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പാണ്. മാരേജ് എന്ന് പറയുന്നത് ചുമ്മാ റൊമാൻസും സെക്സും ഇത് മാത്രമല്ല, അല്ലെങ്കിൽ കുറേ രണ്ട് ഫാമിലികൾ ഒരുമിച്ച് വരണതൊന്നും അല്ല. ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അടുത്ത റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ, മാരേജിൽ നിന്ന് അടുത്ത മാരേജിലേക്ക് പോകുമ്പോഴെങ്കിലും മനസ്സിലാക്കാം, കുറേ കുടുംബക്കാരും വീട്ടുകാരും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ആത്യന്തികമായിട്ട് നമ്മൾ ഈ ഭാര്യയും ഭർത്താവും ഇവർ രണ്ടുപേരാണ് ഒരുമിച്ച് ജീവിക്കേണ്ടത്. അപ്പോൾ അവരെ കുറിച്ച് ധാരണ ഉണ്ടാക്കുക, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതൊരു കമ്പാനിയൻഷിപ്പാണ്, ഇതൊരു ടീം വർക്കാണെന്നുള്ള കൃത്യമായ ധാരണ വയ്ക്കുക. അപ്പോൾ ഒരു ടീം വർക്ക് എന്ന് പറഞ്ഞാൽ ഊഹിക്കാലോ, അതിൽ ആ ടീമിലുള്ള രണ്ടുപേരും വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ അവർ കൃത്യമായി പ്ലാൻ ചെയ്യുക, ഒരുമിച്ച് ജീവിക്കുക, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ പിന്നെ അതേപോലെ എപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ പാർട്ട്ണർ ഇനി കല്യാണം പോയിക്കുന്ന ആൾ ചിലപ്പോൾ ചത്തു പോകാൻ സാധ്യത ഉണ്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളെങ്ങനെ ജീവിക്കുന്നതിനെ കുറിച്ചൊക്കെ ധാരണ വയ്ക്കുക. നമ്മളിത് വളരെ ക്രൂവലായിരിക്കും ഞാൻ പറയുന്നത്, പക്ഷേ മനസ്സിലാക്കുക, മനുഷ്യരുടെ ലൈഫ് പറഞ്ഞാൽ എന്നും പെർമനൻ്റ് ഒന്നുമല്ല. ഒരാൾ ചത്തുപോയി എന്ത് ചെയ്യും? പിന്നെ പലരും ലിവിങ് ടുഗദറാണ്, ലിവിങ് ടുഗദർ മതി, കല്യാണം കേൾക്കില്ല ലീഗലി എന്നൊക്കെ ഉദ്ദേശിക്കും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊക്കെ ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങൾ ലിവിങ് ടുഗദറാണ് വേണ്ടത്, മാരേജാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായി ധാരണ വയ്ക്കുക, കൺഫേം ചെയ്യുക. പിന്നെ ഞാൻ കേട്ടിട്ടുള്ള ഒരാളുടെ ഒരു കാര്യം ഞാൻ കേൾക്കുന്നുണ്ടായി. അയാളെന്ന് സംബന്ധിച്ച് ഫസ്റ്റ് റിലേഷൻഷിപ്പ് വളരെ ടോക്സിക് ആണെന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് രണ്ടാമത്തെ റിലേഷൻഷിപ്പിലേക്ക് പോയിട്ട് പെട്ടെന്നുണ്ട് ആൾ
പ്രഗ്നൻ്റായി. പക്ഷേ പ്രഗ്നൻ്റ് ആയപ്പോൾ ആ ചങ്ങായി വെള്ളമടിച്ച് വന്നിട്ട് വയറ്റിക്ക് ചവിട്ടലും ഇവിടേക്ക് ചവിട്ടലും പിറ്റലും മാന്തലും ഒക്കെ ഇട്ട് ഭയങ്കര പ്രശ്നമായത്. ആളൊരു NPD സിൻഡ്രോം ഉള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുക, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് സമൂഹത്തിൽ. പിന്നെ പലരും പല രീതിയിലായിരിക്കും നമ്മളെ ചൂഷണം ചെയ്യുന്നുണ്ടായിരിക്കുക. ചിലർ ഫിസിക്കലായിട്ട്, ചിലർ ഫിനാൻഷ്യലായിട്ട്, സെക്ഷുവലായിട്ട്, ചില ആൾക്കാർ അവർ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ചിലർ പെർവേർട്ടുകളായിരിക്കും, മൾട്ടിപ്പിൾ റിലേഷൻസും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക, ടൈം എടുക്കുക. ഇതാണ് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ടൈം എടുക്കുക, സൈക്കോളജിക്കലി ആളെ മനസ്സിലാക്കുക, ഫിസിക്കലി ഫിനാൻഷ്യലി എല്ലാം ഇൻ്റലക്ച്വലി ഒക്കെ മനസ്സിലാക്കുക. പിന്നെ പല ആളുകളും ഒരു 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 IQ EQ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ബാത്റൂം ഹാബിറ്റ്സ് അതിനെക്കുറിച്ചൊക്കെ ധാരണ മനസ്സിലാക്കുക. പറ്റുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് അവരുടേതായ ലോകം, മറ്റേ മറ്റേയാളുടേതായ ലോകം. ഈ രണ്ട് ലോകങ്ങൾ സ്പ്ലിറ്റായി കിടന്നിട്ട് കാര്യം ഉണ്ടാവില്ല. രണ്ടുപേരും ഒരുമിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഒരുമിച്ച് എന്ത് ചെയ്യും? സെക്സ് ചെയ്യുമോ, കുറേ നേരം സംസാരിക്കുമോ, യാത്ര ചെയ്യുമോ? ഇത് മാത്രമല്ല ചിലപ്പോൾ കൊണ്ടുവരിക. നമുക്ക് ഒരുമിച്ച് ഒരു ബിസിനസ് തുടങ്ങല്ലേ, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരു എൻ്റർപ്രണർഷിപ്പ് എന്തെങ്കിലും തുടങ്ങല്ലേ, അല്ലെങ്കിൽ ഒരുമിച്ച് നമുക്കൊരു പുസ്തകം ഒരുമിച്ച് എഴുതല്ലേ, രണ്ടുപേരും ഒരുമിച്ച് എഴുതിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. രണ്ടുപേരും കവിതകളുടെ ഒരു കളക്ഷൻ ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാനുകൾ ഉണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് തുടങ്ങുക. അങ്ങനെ എന്തെങ്കിലും പ്ലാനുകളെക്കുറിച്ചൊക്കെ സംസാരിക്കാം. അല്ലെങ്കിൽ എന്താ പറയുകയെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു സിനിമ ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. യാത്ര ചെയ്യുക, ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി തീരുക, അതൊക്കെ അടിപൊളിയാണ്. സോഷ്യൽ സർവീസിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി തീർന്നു നോക്കിയാൽ അടിപൊളിയാവും. അതേപോലെ തന്നെ ചില സ്ഥലങ്ങൾ, ഫീൽഡ് ട്രിപ്പുകളോ അല്ലെങ്കിൽ ഓർഫനേജുകൾ വിസിറ്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എയിം ഉണ്ടാവില്ല. രണ്ടുപേർക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതായത് ചുമ്മാ തിന്നും കുടിച്ചും സെക്സ് ചെയ്തിട്ടും ഡേറ്റ് ചെയ്തിട്ടും നടക്കുന്നതിന് പകരം ഈ ഡേറ്റിംഗ് എന്നുള്ള സാധനത്തിന് വേറെ രീതിയിൽ എടുക്കുക. ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുക, അങ്ങനെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ രണ്ടുപേരും മൈൻഡ് കൂളാവും. അങ്ങനെ പരസ്പരം മനസ്സിലാക്കാനൊക്കെ പറ്റും. മറ്റേത് ഒരാളെ കാണുമ്പോഴേക്കും ആളെ ശാരീരികമായിട്ട് ഇങ്ങനെയാണ്, അടിപൊളി സെക്ഷൽ ഫീൽ അടിക്കണം, എന്നാൽ ഓനെന്നെ കെട്ടുക അല്ലെങ്കിൽ ഓളെന്നെ കെട്ടുക, അതല്ല. അതൊക്കെ ഈ റൊമാൻറ്റിക് സാധനമൊക്കെ പെട്ടെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പോവും. അപ്പോൾ ഒരു വയറിളക്കം പിടിക്കുക, ഛർദി പിടിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്മെല്ല് മാറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പലരിലുള്ള താല്പര്യം, ഈ എക്സൈറ്റ്മെൻറ്റൊക്കെ തുടക്കത്തിലുള്ള സാധനമൊക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലൊന്ന് വീണ് പോകാണ്ടിരിക്കുക. അപ്പോൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒരു വൈബ് തോന്നണമെങ്കിൽ അതിലൊരു ഫ്രണ്ട്ഷിപ്പ് വേണം, ഒരു കമ്പാനിയൻഷിപ്പ് വേണം, ഒരു IQ EQ ഇതിൻ്റെയൊക്കെ ഒരു കോമ്പാറ്റിബിലിറ്റി വേണം, പൈസയും വേണം. അപ്പോൾ എന്തെങ്കിലും ഒരു പാഷൻ വേണ്ടേ, ഹോബി ഇൻട്രസ്റ്റുകളൊക്കെ. അപ്പോൾ ഇതൊക്കെ കോമ്പാറ്റിബിൾ ആവുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക ഗൈസ്. ഇതൊക്കെയാണ് ഏകദേശം പറയുള്ളത്. ഞാനിപ്പോൾ വീടിന് പുറത്താണ്, കുറേ വണ്ടികൾ തലങ്ങും പോയോണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശം കാര്യങ്ങൾ. ആദ്യത്തെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ബൈ.